ചേട്ടൻ ആദ്യം ഒന്ന് കരഞ്ഞു അല്ലെങ്കിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ആളുടെ അവസ്ഥ എന്താണ്? അല്ല, ഇപ്പോൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ ഒരു പ്ലാനിങ് കൊച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിന് ചെറുകീശ്വരം ഒന്നും അറിയാത്ത ആൾക്കാരുടെ അടുത്തേക്കാണോ ഞങ്ങൾ വന്നതെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. പിന്നെ ആള് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ പേടിയാണ്. കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്, ആദ്യത്തിനേക്കാളും കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞ് വരുന്ന സമയം ഇപ്പം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കുഞ്ഞ് വരുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന സെറ്റ് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ കോൺവെർസേഷനും രാത്രിയിലൊക്കെ കുഞ്ഞ് വന്ന സമയത്ത് ഇനി നമ്മൾ സ്കൂളൊക്കെ എങ്ങനെയായിരിക്കും ചിന്തിച്ചു. അതൊക്കെ ആക്ച്വലി ഞാനായിരുന്നു സംസാരിക്കുന്നത് ഉണ്ണിയുടെ അടുത്ത്. അപ്പൊ ഞങ്ങളുടെ കോൺവെർസേഷനെ മാറി. ഇനി അതായത് ഫ്യൂച്ചർ ബേബി അല്ലെങ്കിൽ കുറെ റെസ്പോൺസിബിലിറ്റീസ് വന്നു. ഇതൊക്കെ ശരിക്കും ഇതുവരെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു ഞങ്ങൾക്കൊരു തോന്നലുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ഈ 4 years ആയിട്ടും ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞതാണ്. മുമ്പ് ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം അറിയുന്നത് ഒറ്റ വീഡിയോയിലൂടെയാണ്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് ക്യാപ്ചർ ചെയ്തത് ആരാ? ഏതായിരുന്നു? യൂട്യൂബ് വീഡിയോ. അത് എൻ്റെ ബ്രദറിന്റെ ടീം തന്നെയായിരുന്നു. അതിന്റെ കൺസെപ്റ്റും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ക്യാപ്ചർ ചെയ്തത് ഈ പറയുന്ന പോലെ എൻ്റെ അനിയൻ്റെ തന്നെ ഷോമോഷ് എന്ന് പറഞ്ഞ ടീം. പിന്നെ അതിന്റെ കോൺസെപ്റ്റ് അത് ആക്ച്വലി ചോറ്റാനിക്കര. ഞാൻ അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മുമ്പ് അത് ഇതൊക്കെ എൻ്റെ പാരൻസ് ഒക്കെ ഇപ്പോഴും അറിയണം. എൻ്റെ അച്ഛനമ്മയ്ക്കൊന്നും അറിയ പോലുമില്ല. ഞാനത് ഡബ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നു കൂടെ. അന്ന് എന്തോ കാരണം കൊണ്ട് ഉണ്ണിയേട്ടൻ എൻ്റെ ഒപ്പം വരാൻ പറ്റില്ല. അമ്മയ്ക്കായിരുന്നു ഡബിങ്ങിന്റെ ടൈമിൽ വന്നേ. അപ്പൊ ഞാനിത് ഡബ് ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. ഈശ്വര അമ്മ ശരിക്കും അമ്മ ഭയങ്കര ഷോക്ക്. എനിക്ക് കാണാൻ പറ്റും, ഞാൻ സ്റ്റുഡിയോയുടെ ഉള്ളിൽ നിന്ന് എനിക്ക് അമ്മേനെ പുറത്തുനിന്ന് കാണാൻ പറ്റും. അപ്പൊ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, ഞങ്ങള് മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെന്റെ വീട്ടിലാ, അല്ലെങ്കിൽ എനിക്ക് ഉണ്ണിയേട്ടൻ അല്ലാണ്ട് വേറൊരാൾക്കറിയില്ല. പിന്നെ ആ ചോറ്റാനിക്കര ദേവിക്ക് അറിയായിരിക്കും, വേറെ ഒരാൾക്കറിയില്ല. അപ്പോ അതും ഈ പറയുന്ന പോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്തൊക്കെ ഇന്ന് ഞങ്ങൾ കല്യാണം കഴിക്കുന്നു പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പെട്ടെന്ന് പോയിട്ട് ശരിക്കും എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ? മീൻസ് വീട്ടിൽ സപ്പോർട്ടല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? വീട്ടില് സപ്പോർട്ടില്ലെന്ന് വെച്ചാൽ വീട്ടിലറിയാം, ഞാനൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ഇപ്പൊ ഉണ്ണിയേട്ടനാണെങ്കിലും എന്നോടത്ത് ഇഷ്ടം തോന്നിയപ്പം ഞാനും ഉണ്ണിയേട്ടനടുത്ത് പറഞ്ഞത് വീട്ടിൽ വന്നിട്ട് ആദ്യം സംസാരിക്കൂ എന്നായിരുന്നു. അപ്പൊ ഉണ്ണിയേട്ടൻ ആദ്യം വന്ന് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്ന് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും കാര്യം പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് എന്ന് വെച്ചാൽ അവരങ്ങനെ സപ്പോർട്ടിങ് ഒന്നല്ല, പക്ഷെ അവർക്കറിയാം, എനിക്കിങ്ങനെ ഇഷ്ടമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണ്. പിന്നെ ഉണ്ണിയേട്ടൻ കുടുംബമായിട്ട് എന്നെ പെണ്ണ് കാണാൻ വീട്ടിൽ വന്നിട്ടുണ്ട്, ഫുൾ ഫാമിലി. അതിനൊക്കെ ശേഷമാണ് അമ്പലത്തിൽ പോയി താലി കെട്ടിയത്? അതിനൊക്കെ ശേഷമാണ്. മാലയിട്ട് കല്യാണം കഴിച്ചു നിങ്ങള്? മാലയിട്ട് ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പൂജാരി കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങള് ഭഗവതിയുടെ മുമ്പ് ഞങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസം, അങ്ങനെ ഞങ്ങള് കല്യാണം കഴിച്ചു. അതും ഈ പറയുന്ന പോലെ വളരെ സർപ്രൈസിങ് ആയിരുന്നു എനിക്കും. ഒട്ടും പ്ലാൻഡ് അല്ല. ഇപ്പൊ ഈ ബേബി വന്ന പോലെ തന്നെ അതും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പൊ ആ കാര്യം യൂട്യൂബിൽ എനിക്ക് ഈ ചോറ്റാനിക്കരയില് വെച്ചിട്ട് അമ്മയുടെ മുമ്പിൽ നിന്നായിരുന്നു അങ്ങനെ ഒരു കാര്യം നടന്നത്. അപ്പോ ബേബി വരുന്ന കാര്യം എനിക്ക് എന്റെ മനസ്സിൽ ഓക്കെ, ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞു, അമ്മ അച്ഛൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇനി എനിക്കിത് അറിയിക്കേണ്ടത് അവിടെയാണ്. ഞാനൊരു അമ്പലത്തിൽ പോവാണെങ്കിൽ ഞാൻ ആദ്യം പോകുന്നത് അവിടെ തന്നെയായിരിക്കും, ഞാൻ ദൈവം എടുത്ത് പറയും, അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നപ്പോൾ ഞാൻ വെച്ചു നോക്കി യൂട്യൂബിൽ ഇനി ബാക്കി ആൾക്കാരുടെ അടുത്ത് അറിയിക്കുമ്പോഴും അവിടെ നിന്ന് തന്നെ ഈ വിശേഷം അറിയിക്കാം, ഈ ഒരു രഹസ്യം കൂടെ നമുക്ക് പറയാം എന്ന് തോന്നി. ഇത് കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കിടയിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു രഹസ്യമല്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.